തെരച്ചിൽ ഇപ്പോൾ വ്യാപകമായി തുടരുകയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വെള്ളാർമല എന്ന പ്രദേശത്താണ്. ഇവിടെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം തെർമൽ ഡിറ്റക്ടർ അനുസരിച്ച് ഒരു 11ഓളം സിഗ്നൽ ലഭിച്ചിരുന്നു. ആ 11 സിഗ്നൽ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നടക്കുന്നത്. ലോങ് ബൂം ഹിറ്റാച്ചികൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ ഈ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രവർത്തനം നടക്കുന്നത്. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ മൃതദേഹമാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വസ്തുക്കളാണോ അല്ലെങ്കിൽ ശരീരഭാഗങ്ങളാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു നടപടി ഇപ്പോൾ ചെയ്യുന്നത്. ഒരേ സമയം 11 ഈ പരിശോധന പുരോഗമിക്കുകയാണ്. ഇതിൽ 12 അടിയോളം താഴ്ചയിലാണ് ഈ തെർമൽ ഡിറ്റക്ടറിൽ ഈ ഒരു സിഗ്നൽ ലഭിച്ചിരിക്കുന്നത്. അത്രയും താഴ്ചയിലേക്ക് ഈ കുഴി കുഴിച്ച് വേണം അവിടേക്ക് പോകാൻ. ഇതിനെക്കുറിച്ച് നമുക്ക് ഇതിന്റെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥരോട് നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യാം. കാരണം എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം ഒക്കെ കാര്യങ്ങൾ ചോദിക്കാം. ഒപ്പം തന്നെ ഡിഫൻസ് അക്കാദമിയുടെ മേധാവി കൂടിയാണല്ലേ, എങ്ങനെയാണ് സിവിൽ ഡിഫൻസ് അക്കാദമിയുടെ എങ്ങനെയാണ് ഈ ഒരു പ്രവർത്തനം ഇവിടെ നടക്കുന്നത്? ഓക്കെ, നമ്മളിന്ന് 507 പേരാണ് ഫയർ ആൻഡ് റെസ്ക്യൂ ആൻഡ് സിവിൽ ഡിഫൻസ് ടീം ഇവിടെ വർക്ക് ചെയ്യുന്നത് അറ്റ് എ ടൈം. അപ്പൊ അത് 10ാം ദിവസമാണ്. ഇപ്പൊ ഇവിടെ നമ്മൾ ഇപ്പൊ ഈ ഏരിയ നമ്മള് പുഞ്ചിരിമഠത്തുനിന്ന് ലാൻഡ് സ്ലൈഡ് മുണ്ടക്കി തുടങ്ങിയിട്ട് താഴെയിട്ട് ഈ പാറക്കല്ലെല്ലാം പൊട്ടി വീണ സ്ഥലവും അതുപോലെ പുഴയുടെ ഗതി മാറി ഒഴുകിയ സ്ഥലമാണ്. അപ്പൊ ഒരു ഗ്രൗണ്ട് ആയിരുന്നത് ഗതി മാറി ഇപ്പം വെള്ളമായി മാറി. അപ്പൊ ഈ ഏരിയയിൽ നമ്മൾ ചെയ്യുന്നത് കംപ്ലീറ്റ് ഈ ഏരിയ എലിമിനേറ്റ് ചെയ്യണം. കാരണം ഇവിടെ സെർച്ച് നടത്തിയിട്ട് മാക്സിമം അറ്റ് എ ടൈം 11 JCB ചെറിയ എർത്തുംബേഴ്സും 2 വലിയ ഭൂമുള്ള ഹിറ്റാച്ചികൾ വർക്ക് ചെയ്യാം അറ്റ് എ ടൈം. ഓരോന്നിനും 10 പേരെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന് സിവിൽ ഡിഫൻസ് ടീം 10 പേരെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു ബോഡി പാർട്സോ കണ്ടാൽ അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ആൾക്കാരുടെ ക്ലിയർ ആയിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ കൂടാതെ നമ്മൾ ഈ ഒരു കാര്യമുണ്ട്, സിഗ്നൽ നോക്കി മാത്രമല്ല നമ്മൾ സെർച്ച് ചെയ്യുന്നത്. ആക്ച്വലി ഇന്നലെ സിഗ്നൽ കിട്ടി പല സ്ഥലത്തും, അത് 1-2 സ്ഥലത്ത് നമ്മൾ നോക്കിയിട്ട് അവിടെ കിട്ടിയില്ല. നോർമലി ഈ ലാൻഡ് സൈഡ് ഏരിയയിൽ റഡാർ സിഗ്നൽ കാര്യമായിട്ട് വർക്ക് ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഡോഗിന്റെ സ്ക്വാഡിനും കാര്യമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. സർഫസിന് അകത്തുള്ള കാഷ്വാലിറ്റി ആകുമ്പോൾ ഡെപ്തിലേക്ക് പോകും. കാരണം 10-20 അടി താഴെയാണ് ഈ പലപ്പോഴും ഈ ബോഡി കിടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മാനുവൽ സെർച്ചാണ്. അതുകൊണ്ട് അത്രയും ഈ ഏരിയ ക്ലിയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ പല സ്ഥലത്തും പലർക്കും മിസ്റ്റേക്ക് വരുന്നത് ആ നാട്ടുകാർ പറയുന്ന സ്ഥലത്ത് നോക്കും, അവിടെ നോക്കി ഇവിടെ നോക്കെന്ന് പറയും, സിഗ്നൽ കാണിക്കും, ഡ്രോൺ കാണിക്കും, അവിടെ നോക്കാൻ പറയും. പക്ഷെ അങ്ങനെ നോക്കിയാൽ നമ്മുടെ ടൈം വേസ്റ്റ് ആവും. നമ്മൾ അങ്ങനെ നോക്കാതെ ആ ഏരിയ മൊത്തം ക്ലിയർ ചെയ്യുക. പിന്നെ അവർ നോക്കാൻ അവർ പറയാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ ഏരിയ നമുക്ക് ചാൻസ് ഉള്ള മേളിൽ നിന്ന് താഴെ അറ്റം വരെ നമ്മൾ ക്ലിയർ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഈ ഏരിയ മൊത്തം ക്ലിയർ ചെയ്താൽ ഒന്നുകിൽ നമുക്ക് ബോഡി കിട്ടും, ഇല്ലെങ്കിൽ നമുക്ക് ഈ ഭാഗത്ത് ഒന്നും ഇല്ലാന്ന് നമുക്ക് നാട്ടുകാരോട് പറയാൻ പറ്റും. 100% ഉറപ്പിക്കാൻ പറ്റും. അതാണ് നമ്മളിപ്പോ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സെർച്ച് ഒരിക്കലും വഴിതെറ്റിപ്പോകാൻ പാടില്ല. അപ്പൊ കർണാടകയിലൊക്കെ ഇടയ്ക്ക് ഒരു പ്രശ്നം, അവര് പലരും പറഞ്ഞ സ്ഥലത്തൊക്കെ നോക്കി. പറഞ്ഞ സ്ഥലം നമുക്ക് നോക്കാം, പക്ഷെ അത് മാത്രമല്ല എല്ലാം നോക്കണം. കാരണം ഇത്രയും ബോഡി ഇവിടുന്ന് തന്നെ 40 കിലോമീറ്റർ അപ്പുറം വരെ ബോഡി ഒലിച്ചു പോയതാ. അപ്പൊ ഈ ഏരിയയിൽ എവിടെ വേണേലും വരാം. ഇതിന്റെ ഭൂപ്രകൃതി തന്നെ മാറിയിരിക്കുകയാണ്. ഇവിടെ ഗ്രൗണ്ട് ആണെന്ന് പറഞ്ഞല്ലോ, അപ്പൊ സ്വാഭാവികമായും ഇവിടേക്ക് ഈ പറയുന്ന ബോഡി ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടി കണക്കാക്കാം അല്ലേ? നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. മേ ബി ചിലപ്പോൾ ഇവിടെ നിന്ന് കറങ്ങി തിരിഞ്ഞൊക്കെ വന്നിട്ട് ഈ ഏരിയയിൽ എവിടെങ്കിലും അടിഞ്ഞു നിൽക്കാനൊക്കെ ചാൻസ് ഉണ്ടാവാം. മേ ബി ഉണ്ടാവാൻ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഒരു പ്രശ്നം പറഞ്ഞാൽ ഈ വെള്ളത്തിൽ കിടക്കുമ്പോഴൊക്കെ പ്രശ്നങ്ങളൊക്കെ, വെള്ളം മണം ഈ മണ്ണിലാണെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. കുറെയൊക്കെ ബോഡി ഇൻടാക്ട് 10 ദിവസം കഴിഞ്ഞാലും മണ്ണിൽ നിന്ന് കിട്ടിയ ബോഡിക്ക് അതേപോലെ കിട്ടും. പക്ഷെ വെള്ളത്തിലാകുമ്പോൾ അത് പാർട്സ് ആയിട്ട് പോകും. അതാണ് പ്രശ്നം. വെള്ളത്തിൽ 3 ദിവസം കൂടുതൽ കിടന്നു കഴിഞ്ഞാൽ അത് ഡീക്കേ ആയി പോകും. അങ്ങനെ ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ പാർട്സ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നത്. അപ്പൊ ഈ തെർമൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് പോകുമ്പോൾ ഈ ഒരു സിഗ്നൽ ലഭിക്കില്ലേ, അത് കൃത്യമായി തന്നെ ഈ ബോഡിയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുമോ? അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വസ്തുക്കളാണോ? അല്ലെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ, അതായത് ഒരു ചിക്കന്റെ പാർട്ട് കിട്ടിയിരുന്നു, ചിക്കൻ ഒരു കവറിൽ പൊതിഞ്ഞു വെച്ചിരുന്നതാണ്, അത് ഏതെങ്കിലും വീട്ടിലുണ്ടായിരുന്നതായിരിക്കാം. അങ്ങനെ അതാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുമോ? അങ്ങനെ ഇല്ലില്ല, അങ്ങനെ തിരിച്ചറിയാൻ പറ്റില്ല. ഹ്യൂമൻ ബോഡി അങ്ങനെ തിരിച്ചറിയാൻ പറ്റില്ല. അങ്ങനെ തിരിച്ചറിയാൻ പറഞ്ഞാൽ വെള്ളം മാത്രമാണെങ്കിൽ, വാട്ടർ മാത്രമാണെങ്കിൽ സോണാർ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഇമേജ് പോലെ കിട്ടും. സൗണ്ടിന്റെ അൾട്രാസൗണ്ട് ടെക്നോളജി വെച്ചിട്ട് ഇമേജ്. പക്ഷേ ഈ ചെളിയും വെള്ളമുള്ള സമയത്ത് അങ്ങനെ ഈ റഡാറൊന്നും വർക്ക് ചെയ്യില്ല. അപ്പൊ കാരണം അവിടെ ഡിറ്റക്ട് ചെയ്യുന്നത് ചിലപ്പോൾ ഈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയുള്ള സോയിലാണ്. ഇത് ഈ സിഗ്നൽ റഡാറിന്റെ സിഗ്നൽ താഴേക്ക് പോവില്ല. അത് ഈ സിഗ്നൽ താഴെ ഒരു 10-20 അടി താഴെ എത്തിയിട്ട് അതിൽ നിന്ന് റിഫ്ലക്ഷൻ വന്ന് മേളിൽ വന്ന് റിസീവ് ചെയ്തെങ്കിലേ നമുക്ക് ആ ഇമേജ് കിട്ടുള്ളൂ. പക്ഷെ ഇത് താഴേക്ക് പോവില്ല. ഈ പറഞ്ഞ ചെളിയും മണ്ണുള്ള സ്ഥലങ്ങളിൽ പല സ്ഥലത്ത് താഴേക്ക് പോകാത്തതുകൊണ്ടാണ് ഇമേജ് കൃത്യമായിട്ട് കിട്ടാത്തത്. അപ്പൊ അവർ വേറെ എന്തെങ്കിലും ഇമേജ് ആയിരിക്കും തരുന്നത്. ചിലപ്പോൾ അത്രയും താഴെയുള്ള ആയിരിക്കില്ല. ചിലപ്പം 20 അടിക്ക് വരെ 2-3 അടി താഴെയുള്ളതായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കാര്യമായിട്ട് പ്രയോജനം കിട്ടാറില്ല എന്നുള്ളതാണ്. ഇതിപ്പോ ഡിറ്റക്ട് ചെയ്തേക്കുന്ന എത്ര അടി താഴ്ചയിലെന്നാ ഡിറ്റക്ട് ചെയ്ത് ഇന്നലെ എത്ര അടി നമുക്ക് പറയാം, 2 മീറ്റർ 4 മീറ്റർ കിട്ടും. പക്ഷെ അത് ആ സമയത്ത് ബോഡി ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധമില്ല. കാരണം ഹ്യൂമൻ ബോഡി ഐഡന്റിഫൈ ചെയ്യുന്ന സംഭവം അല്ലത് എന്നുള്ളതാണ്. നമുക്ക് ഈ തെർമൽ ഇമേജിംഗ് പറഞ്ഞാൽ നമുക്ക് ഈ ഹ്യൂമൻ ബ്രീത്തിങ് അല്ലെങ്കിൽ ഹ്യൂമൻ മൂവ്മെന്റ് ഐഡന്റിഫൈ ചെയ്യുന്ന ജീവൻ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ തെർമൽ ഇമേജിംഗ് ടെക്നോളജി ഒക്കെ ഉണ്ട്. പക്ഷെ ജീവനുള്ള കേസ് ഇവിടെ നോർമലി ഇപ്പം കിട്ടാൻ ചാൻസ് ഇല്ലല്ലോ. പിന്നെ വരുന്ന റഡാർ ടെക്നോളജി വരുന്നത് ഭൂമിക്ക് അടിയിലുള്ള വസ്തുക്കളെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്.
അപ്പൊ ബോഡി തന്നെ ആവണമെന്നില്ല, വേറെ എന്തെങ്കിലും ചിലപ്പം വന്നാലും ആ സിഗ്നൽ വരും. ചിലപ്പോൾ ആ സിഗ്നൽ താഴെ എത്തി കിട്ടണമെന്നില്ല, തെറ്റായ സിഗ്നലും കിട്ടും. തീർച്ചയായും എന്തായാലും നമുക്കൊന്ന് ഉറപ്പിക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ്. എന്തായാലും 100% ഉറപ്പിച്ച് ഇവിടെ ഉണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. 11 സിഗ്നലാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. അതിന്റെ ഒരു നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 11 12 അടിയോളം താഴ്ചയിലാണ് കുഴിച്ചു നോക്കുന്നത്. അതിന്റെ പ്രവൃത്തികളാണ് ഇപ്പോൾ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ KP ധനേഷിനൊപ്പം MG മിഥുൻ, ന്യൂസ് 18 വയനാട്.